ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പം വീഡിയോ ഇടാതിരുന്ന കുറച്ച് നാൾ നിങ്ങൾ എത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി കേട്ടോ. കാരണം ഒരുപാട് മെസ്സേജസ് അത് വീഡിയോയുടെ അടിയിലാണെങ്കിലും എല്ലാത്തിനും ഒന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയില്ല. അതിനാദ്യമേ ഞാൻ സോറി പറയാണ്. വീഡിയോയുടെ അടിയിലാണെങ്കിലും അതുപോലെ തന്നെ പേഴ്സണൽ മെസ്സേജായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് പേഴ്സണൽ മെസ്സേജ് അയക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. എന്ത് പറ്റി ചേച്ചി, എന്താണ് വീഡിയോ ഇടാത്ത, എല്ലാം ഓക്കെ ആണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം നമ്മളോടുള്ള ആ ഒരു സ്നേഹത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയാണ് കേട്ടോ. അപ്പം എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനത്തിലേക്ക് പറയാം. ഇതിപ്പോൾ ഒരു നോർമൽ മോർണിംഗ് റുട്ടീനിലേക്ക് ബാക്ക് ടു റുട്ടീൻ ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിൽ പോയ ഒരു ഷോർട്ട് വീഡിയോ ആണ് എനിക്ക് തോന്നുന്നു ലാസ്റ്റായിട്ട് ഇട്ടത്. പിന്നെ കണ്ടിന്യൂസ് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചതുപോലും എഡിറ്റ് ചെയ്തിടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നൊരു അവധി ദിവസമാണ് കേട്ടോ. അവധി ദിവസം രാവിലെ കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയമൊക്കെ പുറത്ത് ബാൽക്കണിയിലൊക്കെ പോയി നിന്ന് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഭട്ടൂരയാണ് കേട്ടോ. ഭട്ടൂര റെസിപ്പി 1-2 പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭട്ടൂര ഉണ്ടാക്കാൻ പല രീതിയിലായിരിക്കും പലരും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. 1/2 കപ്പ് റവ, അതിലേക്ക് ഞാൻ 1/2 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഒരു 10 മിനിറ്റ് അതൊന്ന് സോഫ്റ്റ് ആകാനായിട്ട് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് 2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അളവ് കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഭട്ടൂര ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് കട്ട തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം റൂം ടെമ്പറേച്ചറിലുള്ള തൈര് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വ്യത്യാസം വരുത്തണം കേട്ടോ. പിന്നെ അതുപോലെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് നോർമൽ വാട്ടർ ഓരോ ടീസ്പൂൺ വെച്ചിട്ട് ചേർത്ത് കൊടുത്തൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തി മാവിനെക്കാട്ടിലും നല്ല സോഫ്റ്റായിട്ട് ഇത് കുഴച്ചെടുക്കണം കേട്ടോ. ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് കുഴച്ചതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ ഓയിലും കൂടെ, ഞാനിപ്പം സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്, അതും കൂടെ ചേർത്തിട്ട് പിന്നെയും ഞാനൊരു 3-4 മിനിറ്റും കൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ കുഴയ്ക്കുമ്പോഴാണ് നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വരിക. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് അതിലേക്ക് ഓയിലും കൂടെ ഒന്ന് തടവിയതിന് ശേഷം നമുക്കിത് മൂടി വയ്ക്കാം. നന്നായിട്ടത് കവർ ചെയ്ത് ഒരു മണിക്കൂറോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആക്കിയതിന് ശേഷം 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ ഇന്നിപ്പം പനീർ ബട്ടർ മസാലയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവോളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പനീർ ബട്ടർ മസാലയുടെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുമല്ല ഇനിയിപ്പം ഞാൻ ഇതിൻ്റെ റെസിപ്പി ഒന്നുകൂടെ ചെയ്യണം എന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ചെയ്യുന്ന സമയത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പനീറൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ഇടാത്തതിൻ്റെ റീസണൊക്കെ ഞാൻ അവസാനം പറയാമെന്ന്. അപ്പോൾ നമുക്ക് ഓരോ സമയത്തും ഓരോരോ പ്രതിസന്ധികൾ വരും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നമ്മളാണെങ്കിലും ഈ 2023 എന്ന് പറയുന്നത് അത്ര നല്ല വർഷമൊന്നുമല്ല നമുക്ക് തുടങ്ങിയപ്പോൾ തൊട്ട്. അപ്പം ഹോപ്പ്ഫുള്ളി ഇത് ശരിയാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാ പാത്തൂസ് ഉറക്കമൊക്കെ എഴുന്നേറ്റ് വന്നു, ദിനു എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാത്തുവിൻ്റെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്തപ്പോൾ പാത്തുവിനെ പല്ലൊക്കെ തേപ്പിക്കാനായിട്ട് ദിനു കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ ഇതാ പനീർ ബട്ടർ മസാലയ്ക്കുള്ള മസാലയ്ക്ക് ഞാൻ റെഡിയാക്കി എടുക്കുകയാണ്. സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ സ്പൈസസും ഒക്കെ ഇട്ട് കാഷ്യൂനട്ടും തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇത് വഴറ്റി അരച്ചത് പനീറൊക്കെ ചേർത്ത് അങ്ങനെയാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുക. അങ്ങനെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ പാത്തുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് കേട്ടോ പനീർ. അപ്പോൾ അതാ കറി ഇവിടെ റെഡിയായപ്പോൾ ലാസ്റ്റ് അതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂടി വയ്ക്കുകയാണ്. അത് അവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പം നമ്മുടെ ഭട്ടൂര ഉണ്ടാക്കാനായിട്ട് ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, മാവൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്കതൊന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റൊക്കെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ബോൾസാക്കി വെക്കുക. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പരത്തിയെടുക്കാം. അത്യാവശ്യം കട്ടിക്കാണ് നമ്മൾ ഭട്ടൂര ഉണ്ടാക്കുമ്പം പരത്തേണ്ടത്. ഒത്തിരി തിന്നായി പോകരുത് കേട്ടോ. കുറച്ച് തിക്നെസ് വേണം. പിന്നെ ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വ്യത്യാസം വരുത്താം കേട്ടോ. അപ്പോൾ ഇത് പരത്തുന്ന സമയത്ത് തന്നെ ഞാൻ എണ്ണയൊക്കെ ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാത്രം കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഈ ഒരു പാത്രം
പാത്രം ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാത്രമാണ്. ദിനു പഠിക്കുന്ന സമയം തൊട്ട് യൂസ് ചെയ്യുന്നൊരു പാത്രമാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഫ്രൈ ചെയ്യാനോ വറുക്കാനൊക്കെ ഉള്ള സമയത്ത്, ഇപ്പോൾ റവ ഒക്കെ വറുത്തെടുക്കാനോ സേമിയൊക്കെ വറുത്തെടുക്കാനോ അതുപോലെ പൂരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ഒരു പാത്രമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അത് ഈ ഒരു പാത്രം ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് എനിക്കത്ര ഒരു എന്താ പറയുക ഒരു പെർഫെക്ഷൻ കിട്ടുക എന്ന് എനിക്കൊരു തോന്നലാണ് കേട്ടോ. അത് ചിലപ്പോൾ എൻ്റെ തോന്നൽ മാത്രമായിരിക്കും, പക്ഷേ എനിക്ക് ആ പാത്രം കളയാൻ തോന്നാറില്ല. അതുകൊണ്ട് ആ ഒരു പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അതാ ബട്ടൂര നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നമ്മൾ പരത്തിയതിന് ശേഷം അതിനെ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ആ ഓരോ പീസും ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യുമ്പം കുഴയ്ക്കുന്നതൊക്കെ കറക്റ്റായിട്ടാണെങ്കിൽ ഇതുപോലെ കുമളച്ച് വരും കേട്ടോ. അങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബട്ടൂരയൊക്കെ റെഡി ആയിട്ടുണ്ട്. ആ സമയം കൊണ്ട് ബട്ടറൊക്കെ നല്ല മെൽറ്റായി നമ്മുടെ പനീർ ബട്ടർ മസാലയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം കഴിക്കാനായിട്ടിരിക്കാം, കാരണം ബട്ടൂര എല്ലാം ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. എപ്പോഴും ഒന്നുമല്ല, നമ്മൾ ഹെൽത്തി ആണെന്നൊന്നും നമ്മൾ പറയുന്നില്ല, വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഇടയ്ക്ക് വീട്ടിലൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഇതൊക്കെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ പാത്തുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവളുടെ ഫേവറേറ്റ് ആണ് പനീർ ബട്ടർ മസാലയും പിന്നെ ഇപ്പോൾ ബട്ടൂരയും. അതിപ്പം അവൾക്ക് പൂരിയാണെങ്കിലും ബട്ടൂരയാണെങ്കിലും നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് അവൾ കഴിക്കുന്നുണ്ട്. ദിനു അതിനിടയ്ക്കൊന്ന് ഓരോന്ന് പെറുക്കി വായിലിടുന്നുണ്ട് കേട്ടോ. അപ്പം വളരെ ചെറുതായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഇത് കഴിക്കാനായിട്ട് നല്ല ഈസിയാണ്. പിള്ളേർക്ക് ടിഫിൻ ബോക്സിൽ നമുക്ക് കൊടുത്തു വിടാനായിട്ടും പറ്റും. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അതേ അളവിൽ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബട്ടൂര ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്നിച്ചിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ലഞ്ചിൻ്റെ പരിപാടികൾ എനിക്ക് വലിയ കാര്യമായിട്ടില്ല, കാരണം തലേന്ന് രാത്രിയിൽ ഞാൻ ചോറും കറികളും ഒക്കെ വെച്ചപ്പോൾ കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് അതൊക്കെ എടുത്താൽ മതിയല്ലോ, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഉച്ചക്കത്തേക്ക് വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ പഴയ കഥയിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നതിൻ്റെ കാരണങ്ങളൊക്കെ പറയാം. അപ്പം നമ്മൾ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നത് അമ്മയ്ക്ക് വെരിക്കോസിൻ്റെ ഒരു സർജറിക്ക് വേണ്ടിയിട്ടാണ്. ഇത് ദിനുവിൻ്റെ അമ്മയാണ്, അത്യാവശ്യം എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ അമ്മയ്ക്കും വെരിക്കോസിൻ്റെ ഒരു സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 കാലിലും വെരിക്കോസ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അമ്മയെ ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ആക്കിയതിന് ശേഷം പിന്നെ നമ്മൾ എൻ്റെ മൂത്ത ചേച്ചിയുടെ 2 കുട്ടികളാണിത്, അമ്മും അപ്പും. അപ്പോൾ അവരുടെ അടുത്ത് പോയി. അങ്ങനെ അവിടെ പോയി പിള്ളേരെയും കണ്ട് ചേച്ചിയൊക്കെ കണ്ടു. അവിടെ ചേട്ടനും സുഖമില്ലാണ്ടിരിക്കുകയാണ്, അതായത് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന് ഈ സമയത്ത് സുഖമില്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പം മെഡിക്കൽ കോളേജിലായിരുന്നു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ നടന്നത്. കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ദൈവാനുഗ്രഹത്താൽ ആൾ ബെറ്ററായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ പോയി എല്ലാവരെയും കണ്ടു. ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ ചേട്ടന് വീണ്ടും മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആകാൻ പോകണം. അപ്പോൾ അങ്ങനെ ചേട്ടൻ അവിടെ ഉണ്ട് കേട്ടോ, ഞാൻ കാണിക്കാതിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് നമുക്ക് നല്ല ടെൻഷൻ പിടിച്ചൊരു സമയമായിരുന്നു. എല്ലാം ഹോസ്പിറ്റൽ കേസസ്. അപ്പോൾ ടെൻഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രത്തോളം നമ്മൾ ആ സമയത്ത് നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുമ്പോഴത്തേക്കും നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്ട്രെസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഫാമിലി ഫുള്ളായിട്ട് ഓരോരുത്തർക്കും ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ഓരോരോ ഹോസ്പിറ്റൽ കേസസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ അവരെ കണ്ടിട്ട് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോവാണ്, കാരണം അമ്മ ഹോസ്പിറ്റലാക്കിയിട്ടാണല്ലോ വന്നത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഹോസ്പിറ്റലിൽ പോകണം. വീട്ടിൽ ചെന്നപ്പോൾ തന്നെ ഒത്തിരി ലേറ്റ് ആയിരുന്നു, 12-12:30 ആയിരുന്നു രാത്രിയിൽ. അപ്പോൾ എൻ്റെ വീട്ടിലാണ് ഞാനും പാത്തും 2 ദിവസം നിന്നത്. അമ്മ ഹോസ്പിറ്റലായിരുന്നു 2 ദിവസം, കാരണം ഉച്ചയ്ക്ക് ചോറൊക്കെ ദിനുവിൻ്റെ കയ്യിൽ രാവിലെ കൊടുത്തു വിടുമായിരുന്നു. പിന്നെ സർജറിയുടെ അന്ന് രാവിലെ ഞാനും പോകാമെന്നാണ് വിചാരിച്ചത്. അമ്മ അപ്പം ചോറ് കൊടുത്തു വിടാനായിട്ടുള്ള കുക്കിങ്ങിലാണ് കേട്ടോ. ഞാനാണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയൊക്കെ ഇങ്ങനെ ചുട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് പോകുന്ന സമയത്ത് ഞാൻ ചോറ് പാക്ക് ചെയ്ത് കൊടുത്തു വിടുമായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പം അമ്മയുടെ സർജറിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ മാവേലിക്കരയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം അമ്മ ഡിസ്ചാർജ് ആയി വരുമ്പോഴത്തേക്കും വീട്ടിൽ കുറച്ച് പണികളുണ്ടായിരുന്നു. അമ്മയ്ക്ക് പിന്നെ 25 ദിവസത്തെ റെസ്റ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് പോവാണ്. അപ്പോൾ ഇതാ പാത്തു അമ്മ സർജറിയൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുക. സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള സർജറി ഒന്നുമല്ല. ഇതെന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ പോലെ സൂചി വെച്ചിട്ട് അത് വലിച്ചെടുക്കുക എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ ഒരു കാലയിൽ 10-40 ഒക്കെ കുത്തുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 3-4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. അപ്പം കാലിൽ ഇങ്ങനെ ബാൻഡേജ് കെട്ടി വെക്കണമായിരുന്നു ഫുൾ ടൈം. അങ്ങനെ അച്ഛൻ രാവിലെ അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ബാൻഡേജ് വീണ്ടും കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫുഡ് ഞാൻ അപ്പോഴത്തേക്കും ആക്കിയിട്ട് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുകയാണ്.
ഡോക്ടർ 25 ദിവസത്തെ കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞതുകൊണ്ട് 1 മാസമൊക്കെ നമുക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടും അമ്മയും കൊണ്ട് ബാംഗ്ലൂർക്ക് പോരുകയാണ് കേട്ടോ ഞങ്ങൾ ചെയ്തത്. അമ്മയും കൊണ്ട് ബാംഗ്ലൂർക്ക് വന്നു കഴിയുമ്പോൾ എനിക്ക് നോക്കാനായിട്ട് എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബാംഗ്ലൂരൊക്കെ വന്ന് പതുക്കെ നമ്മളെല്ലാം ഒരു ഓക്കെ ആയി വരുന്ന സമയത്ത് നമുക്കിത് ഓണ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അത് നേരത്തെ തീരുമാനിച്ചതായിരുന്നു. അപ്പോൾ അതിന് ഡാൻസിനൊക്കെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഡാൻസൊക്കെ ചെയ്യുന്നത്. ഏകദേശം ഒരു 9 വർഷമൊക്കെ ആയി കാണും ഞാനൊരു ഡാൻസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ ആദ്യം വിചാരിച്ചു നമ്മുടെ ടെൻഷനും ഹോസ്പിറ്റൽ കേസസും സ്ട്രെസ്സും എല്ലാം ആയതുകൊണ്ട് ഒഴിവാകാമെന്ന്. പക്ഷേ പിന്നെ ഓർത്തു നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരിക്കുമ്പോൾ നമ്മുടെ ടെൻഷനും വിഷമമൊക്കെ കുറേയൊക്കെ മാറും. കാരണം അതൊന്നും ചിന്തിക്കാൻ നമുക്ക് സമയമില്ല. അങ്ങനെ ഞാൻ ഡാൻസിന് കൂടി. അതുപോലെ നമുക്ക് തിരുവാതിര ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തിരുവാതിര കളിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവരും മലയാളികളാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ച് വന്നതിന് ശേഷം ദിനുവിന് പനി പിടിച്ചു. അത് ഭയങ്കരമായിട്ട് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദിനുവിനെയും കൊണ്ട് ഹോസ്പിറ്റലൊക്കെ പോയി. ദിനുവിന് അങ്ങനെ ഒന്നാമത് അസുഖം വരുന്നതല്ല, വന്നു കഴിഞ്ഞ് കൂടിയപ്പോഴത്തേക്കും ആകെ ടെൻഷനായി. പിന്നെ ദിനുവിനൊന്ന് കുറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും അമ്മയ്ക്ക് വന്നു. പിന്നെ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ ഈ ഹോസ്പിറ്റൽ കേസസിനിടയ്ക്ക് ആയിരുന്നു നമ്മുടെ ഈ ഓണ പ്രോഗ്രാമിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളും എല്ലാം. അതുകൊണ്ട് തന്നെ മര്യാദയ്ക്കൊന്നും എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പോകാനായിട്ട് പോലും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഓണ പ്രോഗ്രാം ഒരു സാറ്റർഡേയും സൺഡേ ആയിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ഡാൻസാണ് കേട്ടോ ഇത്. അടിപൊളിയായിട്ട് ഒരു ഓണ പ്രോഗ്രാം ആയിരുന്നു. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു. കുറച്ച് ദിവസം നമ്മൾ ശരിക്കും ബിസി ആയിപ്പോയി. നമ്മുടെ ലൈഫിൽ ഓർക്കാനായിട്ട് നല്ല കുറച്ച് ദിവസങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഡാൻസൊക്കെ എല്ലാവരും നല്ല രീതിക്ക് കളിച്ചു. നമ്മൾ 6 പേരായിട്ട് ഒരു ടീമായിട്ടാണ് കേട്ടോ കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് കാവ്യം അഭിനീതയാണ് എൻ്റെ കൂടെ കളിച്ചത്. ഇതിപ്പം ശൈല, സുനന്ദ, സജല, അങ്ങനെ 3 പേര്. അപ്പം നമ്മൾ 6 പേരും കൂടിയായിരുന്നു കേട്ടോ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഡാൻസിൻ്റെ സോങ് വെക്കാത്തത് നിങ്ങൾക്ക് അറിയാമല്ലോ, കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ്. ഇനി നിങ്ങൾക്ക് ഡാൻസ് വീഡിയോ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഡാൻസിൻ്റെ വീഡിയോ തന്നെയായിട്ട് അപ്ലോഡ് ചെയ്യാം. അതുപോലെ ഓണ പ്രോഗ്രാമിൻ്റെ വീഡിയോസ് ആണെങ്കിലും ഞാൻ കുറേ എടുത്തതുണ്ട്. എനിക്ക് സമയം കിട്ടുന്നപ്പോൾ ഞാൻ അത് തന്നെ ഒന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ആണെങ്കിൽ എപ്പോഴും ഒരു മെമ്മറി ആണല്ലോ, അത് അവിടെ കിടക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നല്ല രീതിക്ക് ഡാൻസൊക്കെ കളിച്ചു. ഞാനും കാവ്യയും വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ കളിക്കുന്നത്. അതേസമയം അഭിയാണെങ്കിൽ നന്നായിട്ട് ഡാൻസൊക്കെ പഠിച്ച ആളാണ്. അപ്പോൾ അതാ നമ്മുടെ ഡാൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം നന്നായിട്ട് കളിക്കാൻ പറ്റിയപ്പോഴത്തേക്കും നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് സ്റ്റേജിൽ കയറി കളിക്കുന്നത്. ഇത് പാത്തൂസിൻ്റെ ഫ്രണ്ട് അയിനു ചേച്ചിയാണ് കേട്ടോ. അയിനു ചേച്ചി നല്ല അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിച്ചു. പിന്നെ ഇത് പിറ്റേ ദിവസം തിരുവാതിര, നമുക്ക് 2 ദിവസമായിട്ടായിരുന്നു ഓണ പ്രോഗ്രാം. അപ്പോൾ പിറ്റേ ദിവസം നമ്മളെല്ലാവരും ഇതാ ഒരേപോലത്തെ സെറ്റും മുണ്ടും കോസ്റ്റ്യൂം എല്ലാം ഒരേപോലത്തെ എടുത്തിട്ട് തിരുവാതിര കളിക്കുകയാണ്. അപ്പോൾ എല്ലാം നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഓണ പ്രോഗ്രാമൊക്കെ നടന്നു. അത്തപ്പൂക്കളമൊക്കെ തലേന്ന് രാത്രിയിലായിരുന്നു കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് തലേന്നും പിറ്റേ ദിവസമായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും ലാസ്റ്റ് സദ്യ ഉണ്ടായിരുന്നു. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് നമ്മുടെ ഓണ പ്രോഗ്രാമൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഓണ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വയ്യാതെ വന്നു. എനിക്ക് പനിയും തൊണ്ടവേദനയൊക്കെ വന്ന് എനിക്ക് വയ്യായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പാത്തൂന് വന്നു. അങ്ങനെ എല്ലാവർക്കും മാറി മാറി അസുഖങ്ങളായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ അമ്മയെ കൊണ്ടുപോകാനായിട്ട് വന്നതാണ്. അപ്പോൾ അമ്മയുടെ 25 ദിവസത്തെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ 4 ആഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാൻ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറെ കാണാൻ പോകാനുള്ള ടൈം ആയപ്പോഴത്തേക്കും അമ്മയും കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അച്ഛൻ വന്നതായിരുന്നു കേട്ടോ. അച്ഛനൊരു ഒരാഴ്ച നിന്നില്ല, 4-5 ദിവസം നിന്നെന്ന് തോന്നുന്നു. അതിനുശേഷം പിന്നെ അച്ഛനും അമ്മയും കൂടെ തിരിച്ച് പോവുകയാണ്. അപ്പോൾ പാത്തു ഭയങ്കര കരച്ചിലാണ് കേട്ടോ. എന്നാൽ കുറേ നാളായിട്ട് അമ്മൂമ്മ കൂടെ ഉണ്ടല്ലോ, ഒക്കെ കളിക്കാനൊക്കെ ആണെങ്കിൽ അമ്മ കട്ടിലയിൽ ഇങ്ങനെ അനങ്ങാതെ കിടക്കുമ്പോൾ അവൾ അടുത്ത് പോയിരുന്ന് കട്ടിലയിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ കളിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ അവൾക്ക് കൂട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അമ്മയോട് ഭയങ്കര അറ്റാച്ച്ഡായി. അപ്പോൾ അതുകൊണ്ട് അമ്മൂമ്മയും അപ്പൂപ്പനും പോകണ്ടെന്നും പറഞ്ഞിട്ടാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ അവർ ട്രെയിനിൽ കയറി ട്രെയിൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ടെൻഷനും സങ്കടങ്ങളും സ്ട്രെസ്സും അതുപോലെ അതിനിടയ്ക്ക് ചെറിയ ചെറിയ കുഞ്ഞു സന്തോഷങ്ങളൊക്കെ നിറഞ്ഞ ഒരു സമയമായിരുന്നു നമുക്കിത്. അപ്പോൾ ആ ഇതിനിടയ്ക്ക് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാനസികാവസ്ഥയല്ലായിരുന്നു എനിക്ക്. അതുകൊണ്ടാണ് എനിക്ക് ഇടാൻ പറ്റാതിരുന്നത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. കാരണം ഇനിയും കണ്ടിന്യൂസ് ഞാൻ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. ഒരുപാട് വിശേഷങ്ങൾ ഇനിയും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇതാ ട്രെയിൻ മൂവ് ആയി തുടങ്ങി. പാത്തു നല്ല കരച്ചിലാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ കുറച്ച് നാളും നമ്മൾക്കിടയിൽ സംഭവിച്ച കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ നമ്മളോടുകൂടി ഉണ്ടായിരിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.